ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ പൊന്നു മേഡം, ഇത്രയും നാൾ ഇതൊരു കെട്ടിടമായിരുന്നു. ഇപ്പതേ ഐശ്വര്യമുള്ളൊരു വീടായി. ഈ നിലവിളക്കും അതിന്റെ പിറകിലിരിക്കുന്ന മോളും ഐശ്വര്യത്തിന് വേറെന്താ വേണ്ടത്? ഇത് കൊള്ളാലോ. രാധിക മോളുടെ മുടി കിടക്കുന്ന കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇതുപോലെ ഒരെണ്ണം എനിക്കും ചെയ്യണോന്ന്. അതെങ്ങനാ? ഫിദാമയുടെ ഒരു അവസരം തരണ്ടേ? എല്ലാം അങ്ങ് കണ്ടറിഞ്ഞ് ചെയ്യുമല്ലയോ? അതെ ഫിദാ മേഡം, ഞാനിത് കടയിൽ വാങ്ങിക്കാൻ ചെന്നപ്പോഴേ കടക്കാർക്ക് പോലും ഇത് മനസ്സിലാവുന്നില്ല. എനിക്കത് മനസ്സിലായില്ല. എന്തുട്ടാ അതിന്റെ പേര്? ഇതിന്റെ പേര് അഖിലെന്നാ. അയ്യോ അഖിലോ? അപ്പൊ പിന്നെ മേഡത്തിന് പരിചയമില്ലാതിരിക്കുവോ? അല്ല, മേഡത്തിന് ഏറ്റവും പരിചയമുള്ള പേരാണല്ലോ അഖില്. അതെന്താ മാഡത്തിന് ആ പേര് അത്ര പരിചയം? അല്ല അല്ല സ്ഥിരമായി വാങ്ങിക്കുന്നവർക്ക് വായന ആ പേര് പോകത്തില്ലല്ലോ. ജയന്തി എന്താ വൈകിയത്? ഓ എന്റെ പൊന്നു മേഡം, ഒന്നും പറയണ്ട. കടേന്ന് വരുന്ന വഴി 25 മിനിറ്റാ ഞാൻ ആ പാലത്തിന്റെ അടിയിൽ കയറി ഒളിച്ചിരുന്നത്. ഒളിച്ചിരിക്കോ? അതെന്തു പറ്റി? ആ സുധാകരനെ പേടിച്ചിട്ടേ. ഏത് സുധാകരൻ? ആ പലിശക്കാരൻ സുധാകരനെ. രാമേട്ടൻ ഒരു 50,000 രൂപ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. പലിശയാണെങ്കിൽ കൊടുത്തു മുടിഞ്ഞു. എങ്ങനെ കൊടുക്കാനാ? അപ്പൊ പാലത്തിന്റെ അടിയിലാണെങ്കിൽ പാലത്തിന്റെ അടിയിൽ, വെള്ളത്തിന്റെ അടിയിലാണെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ. ഞാൻ രാമചന്ദ്രനോടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ആ പ്രശ്നം പരിഹരിക്കാൻ നോക്കാം. അയ്യോ, മേഡം വൈകിയത് എന്താന്ന് ചോദിച്ചപ്പോ ഞാൻ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞേ ഉള്ളൂ. മേഡം എന്തിനാ ഞങ്ങക്ക് കാശ് തരുന്നത്? ഞങ്ങള് മേടിച്ച കാശല്ലേ. ഞാനെന്നാ അടുക്കളയിലേക്ക് പോട്ടെ. പോട്ടെ മോളെ. ജയന്തി ചേച്ചി രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ജീവിതമല്ലേ മോളെ, ഒരുപാട് പേരെ നമുക്ക് കാണേണ്ടി വരും. അവര് പല തരക്കാരല്ലേ. അപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ എന്താണോ എവിടെ പോയാലും അത് സൂക്ഷിക്കാൻ നോക്കുക. അതെ, ഞാൻ തുടക്കിട്ട് വെച്ചിട്ടുണ്ട്. രാമേട്ടന് മിടുക്കുണ്ടെങ്കിലേ ശ്യാമാമ്മയുടെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കാൻ പറ്റൂ. നീ ഒന്നും മിണ്ടായിരിക്കും ജയന്തി. ശ്യാമ മേഡം നമുക്ക് തന്ന പണത്തിന്റെ കണക്ക് നീ എഴുതി വെച്ചിട്ടുണ്ടോ? രാമേട്ടൻ എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ലക്ഷങ്ങള്. നമ്മൾ ചോദിക്കാതെ തന്നെ ഇത്രയൊക്കെ ചെയ്യുന്ന ഒരാളോട് നമ്മൾ പിന്നെയും എങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നത്? നീ മേഡത്തിനോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട, ഒന്നും പറയാൻ നിൽക്കണ്ട. മാഡവും മാഡത്തിന്റെ മോളും ഇവിടുന്ന് സന്തോഷമായിട്ട് തിരിച്ചു പോകണം. അത്രേ നോക്കാവൂ. മനസ്സിലായോ? മനസ്സിലായി. അതാരാ? വാ, ഞാനിതൊന്ന് ഓഫ് ചെയ്യട്ടെ. നമുക്ക് നോക്കാം.
എന്റെ പൊന്നു മേഡം, ഇത്രയും നാൾ ഇതൊരു കെട്ടിടമായിരുന്നു. ഇപ്പതേ ഐശ്വര്യമുള്ളൊരു വീടായി. ഈ നിലവിളക്കും അതിന്റെ പിറകിലിരിക്കുന്ന മോളും ഐശ്വര്യത്തിന് വേറെന്താ വേണ്ടത്? അതെ, രാധിക മോളുടെ പാട്ട് കലക്കി. നീ ഒന്നും മിണ്ടായിരിക്കും ജയന്തി. ആട്ടല്ലടി, പ്രാർത്ഥനയാ. ഓ, നിങ്ങൾക്ക് വിവരമുണ്ട്, ഞാൻ സമ്മതിച്ച്. ആ, ഓ, നന്നായി മോളെ. നീ പാടുന്ന കേൾക്കാൻ എന്ത് രസാന്നറിയോ? നീ വിളിക്കുന്ന ദൈവങ്ങളെ തൊട്ടറിയുന്നത് പോലെയുണ്ട്. എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹവും എന്റെ മൂക്കുണ്ടാവും. വരുൺ, ദാ, ചായ കുടിക്ക്.